പുനലൂരിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ സ്കൂൾ ബസ്സുകളുടെ ക്ഷമതാ പരിശോധന തുടരുന്നു. താലൂക്കിലെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 200ഓളം സ്കൂൾ ബസ്സുകളുടെ ക്ഷമതയാണ് പരിശോധിക്കുന്നത്. ജൂൺ 1 സ്കൂളുകൾ തുറക്കുന്നതിന് മുന്നോടിയാണ് പരിശോധന പുരോഗമിക്കുന്നത്. എല്ലാ സ്കൂൾ ബസ്സുകളും സർക്കാരിന്റെ വിദ്യാവാഹൻ ആപ്പുമായും ബന്ധിപ്പിക്കും. ഇതിലൂടെ വാഹനങ്ങൾ നിലവിൽ എവിടെയാണെന്ന് സ്കൂൾ അധികൃതർക്കും രക്ഷിതാക്കൾക്കും തത്സമയം അറിയാനാകും. സ്കൂൾ ബസ്സുകളിലെ ഡ്രൈവർമാർക്കും ഡോർ അറ്റൻഡർമാരായ ആയമാർക്കും സ്കൂൾ ബസ് ഓപ്പറേറ്റ് ചെയ്യുന്നതിനുള്ള പ്രത്യേക പരിശീലനവും പൂർത്തിയാക്കിയിട്ടുണ്ട്. വാഹനങ്ങളുടെ ബ്രേക്ക് സിസ്റ്റം, ബോഡി, പ്ലാറ്റ്ഫോം, വേഗപ്പൂട്ട്, ഗിയർ സിസ്റ്റം ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും പരിശോധിച്ച് ഉറപ്പാക്കിയാണ് സ്കൂൾ ബസ്സുകൾ നിരത്തിലിറക്കുന്നത്. 170 വാഹനങ്ങളുടെ പരിശോധന ഇതിനകം പൂർത്തീകരിച്ചെന്ന് പുനലൂർ ജോയിന്റ് RTO സുനിൽ ചന്ദ്രൻ ഫോക്സ് TV ന്യൂസിനോട് പറഞ്ഞു. മോട്ടോർ വാഹന വകുപ്പിന്റെയും കേരള സർക്കാരിന്റെയും നിർദ്ദേശപ്രകാരം എല്ലാ വർഷങ്ങളിലും ഈ സ്കൂൾ ബസ്സുകളിൽ വളരെ വിശദമായ പരിശോധനയും ആയത് റോഡിൽ കൃത്യമായി ഉപയോഗിക്കാനുള്ള ക്ഷമതയുള്ള വാഹനങ്ങളാണോ എന്ന് കാലാകാലങ്ങളായി പരിശോധിച്ചു വരാറുണ്ട്. എന്നിരുന്നാലും അതായത് സർക്കാരിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഈ സ്കൂൾ കുട്ടികൾ, അതായത് പിഞ്ചു കുട്ടികൾ യാത്ര ചെയ്യുന്ന ബസ്സുകളിലും അതേപോലെ ആ പിഞ്ചു കുട്ടികൾ, ഈ വളർന്നു വരുന്ന കുട്ടികളാണ് നമ്മുടെ തലമുറയിലെ നമുക്ക് ഏറ്റവും കൂടുതൽ അസറ്റ് കിട്ടുന്ന സാധ്യതയുള്ള കുട്ടികൾ. അപ്പൊ അതുകൊണ്ട് ഈ സ്കൂൾ ബസ്സുകളുടെ പരിശോധന വളരെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് മോട്ടോർ വാഹന വകുപ്പ് വർഷങ്ങളായിട്ട് നടത്തി വരുന്നതാണ്. ഇപ്പൊ അതുമായി ബന്ധപ്പെട്ട് തന്നെ പുനലൂർ സബ് RTO ഓഫീസിന്റെ കീഴില് ഈ സ്കൂൾ ബസ് ഓടിക്കുന്ന ഡ്രൈവർമാര്, അതിനകത്ത് ആയമാരുണ്ട്, അതായത് ഡോർ അറ്റൻഡേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ എല്ലാ സ്കൂളിലെയും വാഹനങ്ങളിൽ ആയതിന്റെ രജിസ്റ്ററുകൾ, അതായത് ഈ വാഹനത്തിൽ എത്ര പേര് യാത്ര ചെയ്യുന്നു, അവർ എവിടുന്ന് കയറുന്നു, അവർ ഏതെല്ലാം സ്ഥലങ്ങളിൽ ഇറങ്ങുന്നു എന്നുള്ളതിന്റെ കൃത്യമായ രജിസ്റ്ററുകൾ പരിപാലിക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ വിദ്യാവാഹന ആപ്പ് എന്ന് പറഞ്ഞൊരു സർക്കാർ സംവിധാനമുണ്ട്. അപ്പൊ അതിനകത്ത് ഈ വാഹനം ഏത് സ്ഥലത്ത് എപ്പോ സ്റ്റാർട്ട് ചെയ്യുന്നു, എത്ര വേഗതയിൽ പോകുന്നു, ആ വാഹനത്തിൽ അതിനെന്തെങ്കിലും ഡേഞ്ചറസ് ആയിട്ട്, ആ ഡ്രൈവർ എന്തെങ്കിലും ഡേഞ്ചറസ് ആയിട്ടോ അപകടകരമായിട്ടോ വാഹനം ഓടിക്കുന്നുണ്ടോ, അതേപോലെ തന്നെ ഈ വാഹനത്തിന് വരുന്ന എന്റെ കുട്ടി എത്ര മണിക്ക് എന്റെ വീട്ടിലെത്തും എന്നതുവരെ അറിയാനുള്ള ഒരു സംവിധാനമാണ് വിദ്യാവാഹന ആപ്പ്. അത് എല്ലാ സ്കൂളുകളിലും ആ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് എല്ലാ കുട്ടികളുടെയും ആ വാഹനങ്ങളുടെയും ഡ്രൈവറുടെയും എല്ലാ വിശദ വിവരങ്ങൾ അതിനകത്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ കഴിഞ്ഞ ശനിയാഴ്ച അതായത് 170ഓളം ഡ്രൈവർമാര്, അതേപോലെ തന്നെ ആയമാര്, ഡോർ അറ്റൻഡേഴ്സ്, ഇവരെല്ലാം വെച്ചിട്ട് ഒരു റോഡ് സുരക്ഷാ ക്ലാസ്, അതായത് സ്കൂൾ ബസ്സിനകത്ത് എന്തൊക്കെ നിബന്ധനകളാണുള്ളത്, എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിട്ടാണ്, എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് തന്നെ പരിശോധിക്കാനുള്ള കാര്യങ്ങൾ എന്താണ് എന്നുള്ള വിവരങ്ങളെല്ലാം അറിയാൻ അതെല്ലാം കൃത്യമായി ചെയ്തിട്ടുണ്ടോ എന്നും, അതായത് അവർക്കൊരു ട്രെയിനിങ് ആയിട്ട് കഴിഞ്ഞ ദിവസം നടത്തുകയുണ്ടായി. നമ്മുടെ ഓഫീസിലെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ, അതുപോലെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ എന്നിവർ ചേർന്ന് വളരെ വിശദമായ ഒരു ക്ലാസ് നടത്തുകയും 2 മണിയോടുകൂടി രാവിലെ തുടങ്ങിയ ക്ലാസ് 2 മണിയോടുകൂടി അവസാനിക്കുകയും ചെയ്തു. എന്നിട്ട് അതിനുശേഷമാണ് ഈ വാഹനങ്ങളുടെ പരിശോധന തന്നത്. ഏതാണ്ട് ഒരു 170ഓളം വാഹനങ്ങൾ ഇതുവരെയായിട്ട് ഒറ്റ ദിവസം നമുക്ക് പരിശോധിക്കാനുള്ള ഒരു സംവിധാനം, അതായത് ഈ വാഹനങ്ങളെ നിർത്തിയിടാനുള്ള ഗ്രൗണ്ട് സംവിധാനങ്ങളുടെ ചെറിയൊരു അപര്യാപ്തത കൊണ്ട് നമ്മൾ കഴിഞ്ഞ ശനിയാഴ്ച ഓരോ ദിവസവും ഈ വാഹനങ്ങൾ കൊണ്ടുവന്ന് പരിശോധിക്കാൻ ഒരു സ്പാൻ ഡേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതനുസരിച്ച് വാഹനങ്ങൾ പരിശോധന നടന്നു വരികയാണ്. അതിൽ ഈ 165ഓളം വാഹനങ്ങൾ ഇപ്പൊ പരിശോധിച്ചു കഴിഞ്ഞു. അതിനകത്ത് ഏതാണ്ട് 38ഓളം വാഹനങ്ങൾ വിവിധ ഡിഫക്റ്റുകൾ, അതായത് അതിനകത്ത് ടയറിന്റെ പ്രശ്നമുണ്ട്, അതുപോലെ സ്പീഡ് ഗവർണർ സ്കൂൾ ബസ്സിനകത്ത് വളരെ മസ്റ്റാണ്, അതായത് വളരെ മസ്റ്റ്, എല്ലാത്തിനകത്തും മസ്റ്റാണ്. ഇതിനകത്ത് 50 കിലോമീറ്റർ സ്കൂൾ ബസ്സിന്റെ, ബാക്കി എല്ലാ വാഹനങ്ങൾക്കും സ്പീഡ് ലിമിറ്റ് കൂടുതലാണ്. സ്കൂൾ ബസ് എന്ന് പറഞ്ഞാൽ സ്കൂൾ ബസ് യാത്ര ചെയ്യുന്ന വളരെ പിഞ്ചു കുട്ടികളും അതേപോലെ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കുന്ന ഒരു വാഹനവുമാണ്. ആയതിനാൽ അതിനകത്ത് ഇങ്ങനെയുള്ള സുരക്ഷാ കാര്യങ്ങളിൽ വളരെയേറെ നിർബന്ധം നമ്മൾ പുലർത്താറുണ്ട്. അപ്പൊ അതേപോലെ തന്നെ ടയറുകൾ, അതുപോലെ തന്നെ അതിന്റെ സ്പ്രിംഗ് ലീഫുകൾ, അതേപോലെ അതിന്റെ സ്റ്റിയറിംഗ്, ബ്രേക്ക്, ഇങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മൾ കൃത്യമായി പരിശോധിക്കാറുണ്ട്. അതുപോലെ VLTD സംവിധാനം, അതുപോലെ സ്പീഡ് ഗവർണർ സംവിധാനം ഒക്കെ പരിശോധിക്കാറുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് ഇതിനകത്തൊരു ബ്ലൈൻഡ് സ്പോട്ട് മിറർ ഉണ്ട്. അതായത് നമ്മൾ വാഹനം ഓടിച്ചു പോകുമ്പോൾ പിറകിൽ വരുന്ന എല്ലാ വാഹനങ്ങളും നമുക്ക് സാധാരണ മിററിൽ കൂടെ കാണാൻ പറ്റത്തില്ല. അതിനകത്തൊരു ബ്ലൈൻഡ് സ്പോട്ട് മിറർ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഒരു അഡീഷണൽ മിറർ വെക്കണം, ഇല്ലെങ്കിൽ ബ്ലൈൻഡ് സ്പോട്ട് മിറർ എന്നുള്ളത് നമുക്ക് വാങ്ങാൻ കിട്ടും. അത് ആ ഗ്ലാസിനകത്ത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു കോൺവെക്സ് അല്ലേ, ആ രീതിയിലുള്ള സംവിധാനമാണ്. അപ്പൊ അതിനകത്ത് വരുന്ന എല്ലാ വാഹനങ്ങളെയും, ബാക്കിൽ നിന്ന് വരുന്ന എല്ലാ വാഹനങ്ങളെയും, എല്ലാ ആൾക്കാരെയും നമുക്ക് അതിൽ കാണാൻ പറ്റും. അപ്പൊ ആ സംവിധാനം, അങ്ങനെയുള്ള സംവിധാനങ്ങൾ എല്ലാം ഉണ്ടോ എന്ന് പൂർണ്ണമായിട്ട് പരിശോധിച്ച് അതായത് ഏതാണ്ട് ഒരു
അത്രയുള്ളൂ 140-130 വാഹനത്തോളം കൂടി മാത്രമേ അത് ഈ എല്ലാ പരിശോധനകളും കഴിഞ്ഞ് പുറത്തു പോയിട്ടുള്ളൂ. ഈ വാഹനങ്ങൾക്കെല്ലാം നമ്മളൊരു സ്റ്റിക്കർ കൊടുക്കും. അതായത് നമ്മൾ വാഹനം പരിശോധിച്ച് അതിന്റെ പാരാമീറ്റേഴ്സ് എല്ലാം റെഡി ആണെന്ന് പറഞ്ഞൊരു സ്റ്റിക്കർ കൊടുക്കും. ആ സ്റ്റിക്കർ വാഹനത്തിൽ പതിച്ചിരിക്കും. അത്തരം വാഹനങ്ങൾ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ റോഡിൽ പിടിച്ചു നിർത്താറില്ല. പിടിച്ചു നിർത്താതെ വാഹനങ്ങൾ പരിശോധിക്കാറില്ല. പിന്നെ കുട്ടികളെ കുത്തിനിറച്ച് കൊണ്ടുപോകുന്ന കാര്യങ്ങളിൽ മാത്രമേ അത്തരം വാഹനങ്ങൾ ഞങ്ങൾക്ക് പരിശോധിക്കേണ്ടി വരുന്നുള്ളൂ. അപാകതകൾ കണ്ടെത്തിയ 30ഓളം വാഹനങ്ങളെ അപാകത മാറ്റി വീണ്ടും പരിശോധനയ്ക്ക് വിധേയമാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ടയർ, ബോഡി, ബ്രേക്ക് അപാകതകൾക്ക് പുറമെ ബ്ലൈൻഡ് സ്പോട്ട് മിറർ, സ്പീഡ് ഗവേണർ തുടങ്ങി സംവിധാനങ്ങളില്ലാത്ത വാഹനങ്ങളെ ഇവ സജ്ജീകരിക്കാനായി മടക്കി അയച്ചിട്ടുണ്ട്. പരിശോധന പൂർത്തിയാക്കി ഫിറ്റ്നസ് ഉറപ്പാക്കിയ സ്കൂൾ വാഹനങ്ങൾക്ക് മോട്ടോർ വാഹന വകുപ്പ് പ്രത്യേക സ്റ്റിക്കറുകൾ പതിപ്പിച്ചിട്ടുണ്ട്. പരിശോധന പൂർത്തിയാക്കി സ്റ്റിക്കർ പതിപ്പിക്കാതെ കുട്ടികളെ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ പിടിച്ചെടുത്ത് പിഴ ഈടാക്കും. ഇത്തരം വാഹനങ്ങൾ ഒരു കാരണവശാലും അനുവദിക്കില്ല. കുട്ടികളെ കുത്തുനിറച്ചു കൊണ്ടുപോകാനും അനുവദിക്കില്ല. ഒന്നിച്ച് പരിശോധന പൂർത്തിയാക്കാനുള്ള സ്ഥലപരിമിതി കാരണം വിവിധ ദിവസങ്ങളിലാണ് പരിശോധനകൾ തുടരുന്നത്. ശേഷിക്കുന്ന വാഹനങ്ങളുടെ പരിശോധനകൾ വരും ദിവസങ്ങളിൽ പൂർത്തീകരിക്കും. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ KJ ഷിബു, MS അശോക്, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ A ഷാനവാസ്, VS സിമോദ്, S ബൈജു എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധനകൾ പുരോഗമിക്കുന്നത്. ഫോക്സ് TV ന്യൂസ്, പുനലൂർ.